നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സപ്ലൈകോ സ്റ്റോറുകൾ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബ്രാഞ്ചുകളാക്കി മാറ്റണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് 2K24 നടത്തി. വിവിധ ഗ്രേഡുകളിലായി 120ഓളം കുട്ടികൾ കളർ ബെൽറ്റിന് അർഹരായി. അടിമാലി SNDP യൂണിയന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജ് പരിധിയിൽ LDF ഹർത്താൽ ആചരിച്ചു. ആതുരസേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് തൊടുപുഴയിൽ ജ്യോതി സൂപ്പർ ബസാറിന്റെ എതിർവശം അശ്വതി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സപ്ലൈകോ സ്റ്റോറുകൾ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബ്രാഞ്ചുകളാക്കി മാറ്റണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്. തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ നടത്തിയ കലമുടയ്ക്കൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോ സ്റ്റോറുകളിലെ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിലും ലഭ്യതക്കുറവിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ സ്റ്റോറിന് മുൻപിൽ കലമുടയ്ക്കൽ സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും കാലിയായി കിടക്കുന്ന സപ്ലൈകോ സ്റ്റോറുകൾ അമ്മയുടെ പെൻഷൻ തുകയ്ക്ക് ആരംഭിച്ച് കോടിക്കണക്കിന് മാസപ്പടി വാങ്ങുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുടെ ശാഖകളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരന് ഒരു അഭയമായിരുന്ന സപ്ലൈകോ സ്റ്റോറുകളെയും മാവേലി സ്റ്റോറുകളെയും തകർത്തുകൊണ്ട് കുത്തക മുതലാളിമാരുടെ സ്ഥാപനങ്ങളായിട്ടുള്ള റിലയൻസിൻ്റെ സ്റ്റോറുകൾ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും ഇന്ന് നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക. അങ്ങനെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു സമീപനവുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് നാട്ടിൽ നിലനിൽക്കുകയാണ്. പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ ഗവൺമെൻറ്റിനെതിരെ ജനകീയ പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമീപനങ്ങളുമായി മുൻപോട്ട് പോകും. ഇവിടെ അഴിമതിയുടെ കൂത്തരങ്ങ് നടത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നത്. മക്കളുടെയും മകളുടെ നേതൃത്വത്തിലും ഭാര്യയുടെ നേതൃത്വത്തിലും പിണറായി വിജയൻ എന്ന് പറയുന്ന ലാവ്ലിൻ കൊള്ളയ്ക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത അഴിമതിയുടെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിൽ നിന്ന് നിലനിൽക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഒരു തിരുട്ട് ഫാമിലിയായി ആ കുടുംബം തന്നെ മാറി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ യൂത്ത് കോൺഗ്രസിന് പറയുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അടിയന്തരമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാവേലിയെ പറയിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മാവേലി സ്റ്റോറുകളുടെ പേര് അടിയന്തരമാക്കി മാറ്റി പിണറായി സ്റ്റോർ എന്ന് അതിൻ്റെ പേരുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എബൻ സജീവ്, KM ഷാജഹാൻ, റഷീദ് കപ്രാട്ടിൽ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ലിജോ ജോസ് മഞ്ചപ്പിള്ളി, KA ഷെഫീഖ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുനീർ CM, റമീസ് കൂരാപ്പള്ളി, അൽതാഫ് സുധീർ, റഹ്മാൻ ഷാജി, ബിനീഷ് ബെന്നി, ബിവിൻ ജോസഫ്, ജോസ് K പീറ്റർ, മേഘ മുരളീധരൻ, അജ്മൽ ഖാൻ, ദിബുമോൻ കണ്ണമ്പുഴ, MA സാദിഖ് എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ അഷ്കർ ഷമീർ, ജെയ്സൺ തോമസ്, ജിൽസൺ കിഴക്കേക്കര, മുഹമ്മദ് റൌഫ്, OK അസ്ലം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാട്ടാന ശല്യം ഒഴിയാതെ പീരുമേട്. കഴിഞ്ഞ ദിവസം തോട്ടാപ്പുര ഭാഗത്ത് കാട്ടാനകളെത്തി വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. തോട്ടാപ്പുര ചെരിവ് പുരയിടത്തിൽ ഓമനയുടെ വീടിന്റെ പരിസരത്തെത്തിയ കാട്ടാനകൾ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു. പിന്നീട് വനംവകുപ്പ് നാട്ടുകാരും ചേർന്നാണ് ആനകളെ തുരത്തിയത്. നിരന്തരമുണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ ഭയമാണ് പീരുമേട്ടിലെ തോട്ടപ്പുര സിവിൽ സ്റ്റേഷന്റെ ഭാഗത്ത് താമസിക്കുന്നവർക്ക്. കാരണം വന്യജീവികൾ എപ്പോഴാണ് മുൻപിൽ വന്ന് പെടുക എന്ന് ഇവർക്കറിയില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാനകളുടെ നിരന്തര ശല്യമാണ്. മേഖലയിൽ രാത്രി സമയങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വീടുകളുടെ മുറ്റത്തു വരെ എത്തി വ്യാപക കൃഷിനാശം വരുത്തുകയാണ്. നിലവിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്.
കഴിഞ്ഞ ദിവസം രാത്രി തോട്ടപ്പുര ഭാഗത്തെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വരുത്തി. ഇവിടുത്തെ വീടുകളുടെ മുൻപിൽ വരെ എത്തിയ കാട്ടാനകൾ മണിക്കൂറുകളോളം ഭീതി വിതച്ചു. തുടർന്ന് വനം വകുപ്പും നാട്ടുകാരും ചേർന്നാണ് തുരത്തിയത്. രാത്രിയിലെത്തിയ കൃഷിയിടങ്ങൾ ഉഴുതുമറിച്ചാണ് കാട്ടാനകൾ കടന്നു പോകുന്നത്. വർഷങ്ങളായി തുടർന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന പരാതിയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടുമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ആൾക്കാർക്ക് വെളിയിലിറങ്ങാനോ അവർക്ക് ഒരു നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ പോകാനോ മറ്റ് ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്താനോ ഒന്നിനും സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നത്, ഏകദേശം ഒരു 15 വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. വീടും കൃഷി ഏലമാണ് ഞങ്ങളുടെ കൃഷി. 4-5 ഏക്കർ സ്ഥലം ഏലമുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് പകൽ പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അപ്പം കൃഷികളെ ഇവിടെയുള്ള ആൾക്കാർക്ക്, പ്ലാക്കത്തറ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു വാഴയോ തെങ്ങോ കമുക് ഇതുപോലെ ഒരു കപ്പ ഇതുപോലുള്ള നിത്യോപയോഗ സാധനങ്ങളൊന്നും തന്നെ അവർക്ക് ആശ്രയിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനാൽ സർക്കാർ അടിയന്തരമായിട്ട് ഇതിലിടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം, അതുപോലെ കാട്ടുപോത്ത്, കരടി, കടുവ, പുലി, ഇതുപോലെ കുരങ്ങ്, മലയണ്ണാനൊക്കെ വന്ന് തേങ്ങ വരെയാ പറിച്ചിരുന്നു, 1-2 തേങ്ങ ഒക്കെ ഉള്ളതില്ല. അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ ഇനി കാട്ടിലേക്ക് ജീവിക്കാൻ കയറണമെന്നാണ് തോന്നുന്നത്. അതേപോലത്തെ ഉള്ളൊരു സാഹചര്യമാണ്. കാട്ടാനകൾക്ക് പുറമെ കരടി, കടുവ, കാട്ടുപോത്ത്, കുരങ്ങ് തുടങ്ങിയവയുടെ സാന്നിധ്യവും മേഖലയിലുണ്ട്. ഇത് ദൃക്സാക്ഷികൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. പീരുമേട് ടൗണിന് സമീപത്ത് ഭരണസ്ഥിരാ കേന്ദ്രത്തിനും മറ്റ് സർക്കാർ വകുപ്പ് ഓഫീസുകൾക്കും അരികിൽ വരെയാണ് കാട്ടാനകൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം പരുന്തുംപാറ കല്ലാർ മേഖലയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. നിലവിൽ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും രാത്രിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ശാശ്വത നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് 2K24 നടത്തി. വിവിധ ഗ്രേഡുകളിലായി 120ഓളം കുട്ടികൾ കളർ ബെൽറ്റിന് അർഹരായി. സ്കൂൾ മാനേജർ ഫാദർ പോൾ നെടുമ്പുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കല്ലൂർക്കാട് SHO രവി സന്തോഷ് ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് 2K24 നടത്തി. വിവിധ ഗ്രേഡുകളിലായി 120ഓളം കുട്ടികൾ കളർ ബെൽറ്റിന് അർഹരായി. സ്കൂൾ മാനേജർ ഫാദർ പോൾ നെടുമ്പുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കല്ലൂർക്കാട് SHO രവി സന്തോഷ് ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുന്നതിന് ചിട്ടയായ വ്യായാമങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതിലൊന്നാണ് കരാട്ടെ. അത് പ്രതിരോധത്തിനുള്ള ഒരു ഉപാധി കൂടിയാണ്, ആക്രമണത്തിനുള്ള ഒരു ഉപാധിയെ അല്ല. അതാണ് നമ്മളിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്കൂളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും നമ്മൾ അഭ്യാസങ്ങൾ സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയോ നമ്മുടേതായ ഇച്ഛകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിന് വേണ്ടിയോ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഈ അഭ്യാസങ്ങൾ പരിശീലിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമുക്ക് നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ, നമ്മളിൽ നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ തോമസ് KS, വാർഡ് മെമ്പർ ജാൻസി ജോമി,
PTA പ്രസിഡന്റ് സിജോ ജോയി, റൻഷി ബേബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി അബ്രഹാം ടെസ്റ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. 2018 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലയിൽ നിന്നുള്ള 36 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള വെള്ളത്തൂവൽ പഞ്ചായത്തിലെ പന്നിയാർ കോളനിയിലേക്കുള്ള റോഡ് KSEB വിട്ടു നൽകാൻ തയ്യാറായാൽ പുനർനിർമ്മാണം സാധിക്കാനാകുമെന്ന് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്താലും മറ്റ് ഇതര ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെയും റോഡ് നിർമ്മാണത്തിന് ഇടപെടൽ നടത്താനാകുമെന്നും KB ജോൺസൺ വ്യക്തമാക്കി. 2018 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലയിൽ നിന്നുള്ള 36 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് വെള്ളത്തൂവൽ പഞ്ചായത്തിലെ പന്നിയാർ കോളനിയിലാണ്. എന്നാൽ ഇന്നിവർ കുടിവെള്ളം, യാത്രായോഗ്യമായ റോഡ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ പ്രയാസം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ കൂടിയായതോടെ ദുരിതം ഇരട്ടിയായി. ഈ സാഹചര്യത്തിലാണ് പന്നിയാർ കോളനിയിലേക്കുള്ള റോഡ് KSEB വിട്ടു നൽകാൻ തയ്യാറായാൽ പുനർനിർമ്മാണം സാധ്യമാക്കാനാകുമെന്ന് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ അറിയിച്ചത്. വെള്ളത്തൂവൽ പഞ്ചായത്ത് 12-ാം വാർഡിലും സമീപ പ്രദേശങ്ങളിലുമായി ഏതാണ്ട് 2018 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന പന്നിയാർ കോളനിക്ക് മുകളിലുള്ള മരുതൂരി ജംഗ്ഷനിൽ അവിടം വരെയുള്ള യാത്രാമാർഗം തീർത്തും ദുർഘടമായിരിക്കുന്നു. 1 കിലോമീറ്ററിലധികം വരുന്ന ഈ റോഡ് KSE ബോർഡിൻ്റെ കൈവശത്തിലാണുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി നിരവധിയായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഈ റോഡ് പഞ്ചായത്തിന് വിട്ടു തരുന്നില്ല. അവിടെയുള്ള ആളുകൾ 4-5 കിടപ്പ് രോഗികളുണ്ട്. യാതൊരുവിധ ഓട്ടോറിക്ഷ പോലും കയറി പോകാൻ വയ്യാത്ത രീതിയിൽ അതിഗുരുതരമാണ് അവിടുത്തെ യാത്രാമതി. കുടിവെള്ളവുമില്ല. ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്ക് ഈ റോഡിലൂടെ അവർക്ക് വെള്ളം എത്തിക്കുവാൻ പോലും വയ്യാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾ മന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്താണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാ ഓഫീസുകളിലും നിവേദനം കൊടുത്തിട്ടുണ്ട്. പരിഹാരം ഉണ്ടാകുന്നില്ല. പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ റോഡ് ഗ്രാമപഞ്ചായത്തിന് വിട്ടു തന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയും MP MLA ഫണ്ട് ഉപയോഗിച്ച് ഈ ഇത്രയും ഇടത്തുള്ള യാത്രാ ദുരിതം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷയും മറ്റും പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ എത്താൻ മടിക്കുന്ന സ്ഥിതിയുണ്ട്. കുലുങ്ങി പറഞ്ഞാണ് നിലവിൽ റോഡിലൂടെയുള്ള യാത്ര. പ്രായമായവരും രോഗികളുമൊക്കെ പന്നിയാർ കോളനിയിൽ താമസക്കാരായുണ്ട്. അടിസ്ഥാന സൗകര്യക്കുറവ് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, വെള്ളത്തൂവൽ. അടിമാലി SNDP യൂണിയന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സമുദായാംഗങ്ങളായ കുട്ടികളെയും യുവാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. അടിമാലി SNDP യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 64 വർഷമാകുകയാണ്. 27 ശാഖായോഗങ്ങൾ അടിമാലി യൂണിയന് കീഴിൽ പ്രവർത്തിക്കുന്നു. യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുണ്ടായിരുന്ന ആസ്ഥാന മന്ദിരം നവീകരിച്ചത്. മിനി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ നവീകരിച്ച ഓഫീസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നവീകരിച്ച ആസ്ഥാന മന്ദിര ഉദ്ഘാടനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. പല നേതാക്കന്മാർക്കും ഇല്ലാതെ പോലെ ദുരിതങ്ങൾ അനുഭവിച്ചത് ശാഖകളാണ്. ഇങ്ങനെ വനിതാസനം നല്ല ഭംഗിയായിട്ട് വനിതാസനങ്ങളുണ്ടായി. അതൊരു അവിടെ സിസ്റ്റമാണ്. കുമാരി സംഘം, പിന്നെ കുമാരസംഘം, ഇതെല്ലാം ഉണ്ടായില്ലേ? ഇതും കൂടെ ഉണ്ടായിട്ടില്ല. അവിടെ ഞാൻ ഒരു കാര്യമാണ് ആ വനിതാസംഘ പ്രവർത്തനം അഭിനന്ദിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തിലൂടെ ഞാൻ എൻ്റെ സ്വന്തം ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ലഭിച്ചുകൊണ്ടല്ലേ എല്ലാം വനിതാസംഘം കൊണ്ടാണ്, അത് കുമാരി സംഘം കൊണ്ടാണ്, വിജയനാണ്. അതുപോലെ യൂത്ത് യൂണിയൻ പക്ഷേ അംഗീകരിക്കാൻ
പേഴ്സണലായിട്ട് ഞാനൊന്ന് നന്നാക്കാത്തില്ല. കാരണം നന്നാകണ്ടമാകല്ലെന്ന് പറഞ്ഞാൽ ഞാനും അടിവായി ഒന്ന് ഉയർത്താതെ പിന്നെയാണ് നിങ്ങളെല്ലാം ഈ നേതാക്കന്മാരുടെ ഓർമ്മ അതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കാൻ പാടില്ല. യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു. അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത്, എം പി ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെമ്പൻകുളം ഗോപി വൈദ്യർ, പി രാജൻ, വിനോദ് ഉത്തമൻ, സുധാകരൻ ആടിപ്ലാക്കൽ, കെ പി ബിനു, പി ടി ഷിബു, ജി അജയൻ, സുരേഷ് കോട്ടയ്ക്കകത്ത്, കെ എസ് ലതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ഭാരവാഹികൾ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി SNDP യോഗം കൗൺസിലർ പി ടി മന്മഥൻ പഠന ക്ലാസ് നയിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സമുദായ അംഗങ്ങളായ കുട്ടികളെയും യുവാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. യൂണിയന് കീഴിൽ വരുന്ന ശാഖാ യോഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ 40 മണി ആരാധന ആരംഭിച്ചു. ജിമ്മി ടോം തയ്യാറാക്കിയ റിപ്പോർട്ട്. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ 79ാമത് 40 മണി ആരാധനയ്ക്ക് തുടക്കമായി. ഇതിനു മുന്നോടിയായി 7 ദിവസം നീണ്ടുനിന്ന ധ്യാനവും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കോതമംഗലം രൂപത വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കിരമ്പാറ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ഈ വർഷം നമുക്ക് തന്നിരിക്കുന്നത് 2025 ജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള ആപ്തവാക്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മിഷനോട് അനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് തന്ന ആപ്തവാക്യം ജ്വലിക്കുന്ന ഹൃദയങ്ങളും ചലിക്കുന്ന പാദങ്ങളും. ജ്വലിക്കുന്ന ഹൃദയങ്ങളും ചലിക്കുന്ന പാദങ്ങളും. ജ്വലിക്കുന്ന ഹൃദയം ഉണ്ടായത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയുടെ ഒപ്പം ആയിരുന്ന് അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ വിശദീകരിച്ചു, വചനം വിശദീകരിച്ചു. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അവിടെ നിന്നാണ് ഈ ജ്വലിക്കുന്ന ഹൃദയം മാർപ്പാപ്പ സ്വീകരിച്ചത്. പിന്നീട് ആ ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടി അവർ ജെറുസലേമിലേക്ക് തിരിച്ചു വന്നു. അവിടെ കൂടിയിരുന്ന 11 പേരെയും കണ്ടു, അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. അതാണ് ചലിക്കുന്ന പാദങ്ങൾ. ഹൃദയം ജ്വലിക്കുമ്പോൾ പാദങ്ങൾ ചലിക്കും. സ്റ്റാൻലി അച്ഛൻ, അതുപോലെ തന്നെ മൈരിക്കൻ സ്റ്റാൻലി അച്ഛൻ, ഇവരെല്ലാം ഇടുക്കി രൂപതയിൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെയും ചലിക്കുന്ന പാദങ്ങളോടെയും ഇടവക ശുശ്രൂഷ നിർവഹിച്ച വൈദികരാണ്. 8 മുതൽ വൈകിട്ട് 4:15 വരെ ദിവ്യകാരുണ്യ ആരാധന നടത്തി. ഫൊറോനയിലെ ഇടവകകളും ഭക്തസംഘടനകളുടെ ഫൊറോനതല സമിതികളും പങ്കുചേർന്നു. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കാർമ്മികത്വം വഹിച്ചു. കരിമണ്ണൂർ ഫൊറോനയിലെ ഇടവകകളിൽ നിന്നുള്ള വികാരിമാർ സഹകാർമ്മികരായിരുന്നു. 28-ന് രാവിലെ വിശുദ്ധ കുർബാന സന്ദേശം റവറൻ ഫാദർ ജോർജ് ചേറ്റൂർ കാർമ്മികത്വം വഹിക്കും. 8 മുതൽ വൈകിട്ട് 4:15 വരെ ദിവ്യകാരുണ്യ ആരാധന. 4:30-ന് റവറൻ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നേൽ CMIയുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം. ഫാദർ തോമസ് തലച്ചിറ CMI, ഫാദർ സന്തോഷ് പീസ്വില്ല OFM, ഫാദർ തോമസ് തെക്കേമുറി VC, ഫാദർ ഷബിൻ ജോസ്, ഫാദർ കുര്യൻ പുത്തൻപുര CMI, ഫാദർ ജിതിൻ വടക്കേൽ എന്നിവർ സഹകാർമ്മികരാകും. അതിനുശേഷം കാഴ്ച സമർപ്പണം. 29-ന് രാവിലെ 6:15-ന് ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിയിൽ നയിക്കുന്ന വിശുദ്ധ കുർബാന സന്ദേശം. 8 മുതൽ 10 വരെ ദിവ്യകാരുണ്യ ആരാധന. തുടർന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മർത്തിക്കണ്ടത്തിലിൽ നേതൃത്വം നൽകുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം. കരിമണ്ണൂർ ഇടവകയിൽ നിന്നുള്ള വൈദികർ സഹകാർമ്മികത്വം വഹിക്കും. 11:30-ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം. 12:30-ന് സമാപന പ്രാർത്ഥന, ദിവ്യകാരുണ്യ ആശീർവാദം. 12:45 മുതൽ 40 മണി ആരാധന, പ്ലാറ്റിനം ജൂബിലി സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനം, പുതുതായി പണിയുന്ന ഭവനങ്ങളുടെ അടിസ്ഥാന ശില വെഞ്ചരിപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ കാർമ്മികത്വം വഹിക്കും. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജ് പരിധിയിൽ LDF ഹർത്താൽ ആചരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ടൗണിൽ റോഡ് ഉപരോധിച്ചു. മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. KDH വില്ലേജ് പരിധിയിൽ രാവിലെ 6-ന് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 വരെ തുടരും.
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ടൗണിൽ റോഡ് ഉപരോധിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ എസക്കി രാജ, ഭാര്യ റെജീന എന്നിവർ മൂന്നാർ ടാറ്റ ടി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എസക്കി രാജയുടെ മകൾ പ്രിയയുടെ സ്കൂൾ വാർഷിക ദിന പരിപാടി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കന്നിമല എസ്റ്റേറ്റ് ബംഗ്ലാവിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി 9:30 സംഭവം. யானை நின்றுச்சு. அங்கிட்டிருந்து வந்ததே சரின்னு துப்பச்சங்கைட்டு அப்படியே அமிக்கிருச்சு. அந்த அண்ணன் அப்படியே கீழே விழுந்துருச்சு. டிரைவர் அண்ணன் 2 கிந்திக்காரவங்க அப்படியே வெளியே போயிட்டாங்க. எங்க வீட்டுக்காரு கொஞ்ச நேரம் கழிச்சு அந்த கம்பி எல்லாம் சேர்ந்து அப்படியே அந்த கொம்போட அமிக்கிருச்சு. நானும் என் பிள்ளை எல்லாரும் கத்தணும். அப்படியே என் வீட்டுக்காரர் அப்படியே இறங்கிட்டாரு. எப்படியோ தப்பிச்சு போய் அங்கிட்டு கீழே விழுந்துட்டாரு. அந்த அண்ணனை அப்படியே தூக்கி தூக்கி போட்டுச்சு. பாவம் அந்த அண்ணன் என்ன பாடுபட்டு ரெஜினா நானும் என் பிள்ளை பாப்பா சத்தம் போடாது நான் பிறகு அங்கிட்டு போன பிறகு தான் இந்த பையன் இந்த தம்பி வண்டி கொண்டு வந்துச்சு. வண்டி கொண்டு வரும் தம்பி எங்களையெல்லாம் കാപ്പാത്തി ആക്കുന്നോന്ന് ഇറങ്ങി. ഇവരോടൊപ്പം 2 ഇതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ കുത്തിമറിച്ചിട്ട കാട്ടാന വാഹനത്തിൽ നിന്നും തെറിച്ചുവീണ സുരേഷിനെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെടുത്ത് എറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ സുരേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഓട്ടോയിലുണ്ടായിരുന്ന പ്രിയയും 2 ഇതര സംസ്ഥാന തൊഴിലാളികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ബിസിനസ് വാർത്ത. ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് തൊടുപുഴയിൽ ജ്യോതി സൂപ്പർ ബസാറിന് എതിർവശം അശ്വതി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. പരിശോധനാ ഫലങ്ങളിലെ കൃത്യതയ്ക്ക് പുറമെ വീട്ടിലെത്തിയുള്ള സേവനവും ആസ്റ്റർ ലാബ്സിന്റെ പ്രത്യേകതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആതുര സേവന ശൃംഖലകളിൽ ഒന്നായ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലാബോറട്ടറി ശൃംഖലയാണ് ആസ്റ്റർ ലാബ്സ്. ഉന്നത സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളോടും കൂടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആസ്റ്റർ ലാബ്സ് ഇപ്പോൾ തൊടുപുഴയിലും ആരംഭിച്ചിരിക്കുന്നു. അർബൻ ബാങ്ക് റോഡിൽ KP വർക്കി ജ്വല്ലറിക്ക് പുറകുവശത്തായി ജ്യോതി സൂപ്പർ ബസാറിന് എതിർവശം അശ്വതി ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ അംഗീകൃത രോഗി പരിചയ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2310 രൂപയുടെ 71 ടെസ്റ്റുകൾ 599 രൂപയ്ക്ക് ചെയ്തു നൽകും. മാർച്ച് 31 വരെയാണ് ഈ ഓഫർ. ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, യൂറിൻ എക്സാമിനേഷൻ റൂട്ടീൻ, ലിപ്പിഡ് പ്രൊഫൈൽ ബേസിക്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, TSH തുടങ്ങിയ വിവിധ പരിശോധനകൾ ഇവിടെ ചെയ്തു നൽകും. ടെസ്റ്റ് ഫ്രം ഹോം സൗകര്യവുമുണ്ട്. അതിനായി ബന്ധപ്പെടേണ്ട നമ്പർ 7594461101. ക്വാളിറ്റിയുള്ള ടെസ്റ്റും ക്വാളിറ്റിയുള്ള റിസൾട്ടും അതാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ആസ്റ്റർ ലാബ്സ് ക്വാളിറ്റിയുള്ള പരിശോധനകൾ നടത്തി ക്വാളിറ്റിയോടെ റിസൾട്ടുകൾ കൊടുക്കും എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. എന്തായാലും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആസ്റ്റർ ലാബ്സിന് അതിൻ്റെ ഡയറക്ടേഴ്സ്, അതിൻ്റെ അംഗങ്ങൾക്ക്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ സംവിധാനം ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നമ്മുടെ നാടിന് പ്രയോജനകരമായി ഇത് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിശ്വാസത മുതൽക്കൂട്ടാക്കിയ ആസ്റ്റർ ലാബിന്റെ പോലെയുള്ള സ്ഥാപനങ്ങൾ, അവരുടെ കുറ്റമറ്റ പ്രവർത്തനങ്ങൾ, അവരുടെ ടെസ്റ്റുകൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് ഉൾപ്പെടുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഈ ആസ്റ്റർ ലാബ് തൊഴിൽ നഗരസഭയിലെ മുനിസിപ്പൽ പരിധിയിൽ വന്നതിൽ ഇവിടുത്തെ ഒരു നഗരസഭാ അംഗം എന്നുള്ള രീതിയിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ വിജയത്തിനായിട്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഇടുക്കി ജില്ലയിലെ പ്രധാന ടൗൺഷിപ്പുകളിലെല്ലാം ആസ്റ്റർ ലാബ്സ് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. നമ്മൾ ഇടുക്കിയിലെ ആദ്യത്തെ സ്റ്റോറാണ് ഇവിടെ ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും ഇവിടെ തന്നെ പ്രോസസ് ചെയ്യുന്നതായിരിക്കും. ആസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിന്റെ 7 രാജ്യങ്ങളിൽ 30-ൽ പരം ഹോസ്പിറ്റലും 450-ൽ പരം ഫാർമസിയും അതുകൂടാതെ 250-ൽ പരം ലാബുകളും ഉള്ള ഒരു വലിയ ശൃംഖലയാണ്. ഏകദേശം കൊല്ലത്തിൽ തന്നെ 10,000 കോടിക്ക് മേലെ ടേൺ അറൗണ്ട് ഉള്ള ഒരു മലയാളി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെതായ ക്വാളിറ്റീസും കാര്യങ്ങളും ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽസ് എല്ലാം NABHും JC അക്രഡിറ്റേഷനുമാണ്. ഈ ലാബുകളൊക്കെ നമുക്ക് NABിൽ അക്രഡിറ്റേഷനാണ്. ഈ NABിൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മിഷനറീസ് ആണ് അതിൻ്റെ ഒരു ഇത്. നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫുള്ളും അമേരിക്കൻ ആൻഡ് ജർമ്മൻ ടെക്നോളജി മിഷനറീസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാബ്സിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പം ഏകദേശം 3-4 തവണ ക്വാളിറ്റി ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ്സ് പ്രോസസ്സ് ചെയ്യാറുള്ളൂ.
ചെറുകിട ലാബുകളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ബ്ലഡ് കൊടുക്കും, നിങ്ങൾക്ക് പറയും 10 മിനിറ്റ് റിസൾട്ട് കിട്ടും. ഇങ്ങനെ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല, കുറച്ച് ഡിലേ ഉണ്ടാവും. കാരണം നമ്മൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുന്നത്. പക്ഷേ നമ്മളെ റേറ്റ്സ് വളരെ കുറവായിരിക്കും. ആസ്റ്റർ മെഡ്സിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ പോയി ഒരു ടെസ്റ്റ് എടുക്കുന്നതിനെക്കാട്ടിയും 1/3 പങ്ക് മാത്രമേ ഇവിടെ കുറവുണ്ടാവുള്ളൂ. ആ റേഞ്ച് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങൾ അവിടെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 800 രൂപയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ 350-400 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റേറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ കുറവായിരിക്കും. രണ്ടാമത് ചെയർമാൻ്റെ ഒരു വിഷനാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നല്ല ഒരു ലാബ് ഫെസിലിറ്റി കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഇതൊരു ലാബ് മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് ആസ്റ്റർ മെഡ്സിറ്റിയിലോ ഡോക്ടേഴ്സിന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കൂപ്പൺസ് വാങ്ങിക്കാവുന്നതാണ്. ഈ കൂപ്പൺ കാരണം നിങ്ങൾക്ക് 25% വരെ കൺസൾട്ടേഷനിൽ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. 20% എല്ലാ റേഡിയോളജി ടെസ്റ്റും. ഇപ്പോൾ MRI CT എടുക്കണമെങ്കിൽ 10,000-12,000 രൂപയാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ ലാബിൽ ഇപ്പോൾ എവിടെയും ഡിസ്കൗണ്ട് കിട്ടില്ല. ഇവിടെ വന്നിട്ട് നിങ്ങളൊരു പാക്കേജ് എന്തെങ്കിലും എടുത്തൊരു കൂപ്പൺ മേടിക്കുകയാണെങ്കിൽ ഏകദേശം 20%, 2,000 വരെ നിങ്ങൾക്ക് കിഴിവ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഹെൽത്ത് ചെക്കപ്സിൽ 15 മുതൽ 20% ഡിസ്കൗണ്ട്സ് ഉണ്ട്. പിന്നെ IP OP അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോയി അവിടെ അഡ്മിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഇളവ് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആസ്റ്റർ ഫാർമസീസ് കേരളത്തിലെമ്പാടും ഉണ്ട്. അവിടെ നിങ്ങൾ ഇവിടുന്ന് ചെയ്ത കാര്യങ്ങൾ ബില്ലോ എന്തെങ്കിലും കൂപ്പണോ കാണിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ആസ്റ്റർ ഹോസ്പിറ്റൽസും കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ റിസൾട്ടുകളെല്ലാം നമ്മൾ 3 ലെവൽ ക്വാളിറ്റിക്ക് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു, റിസൾട്ട് വെരിഫൈ ചെയ്യുന്നത് ഡോക്ടർമാരായിരിക്കും, റിസൾട്ട് അപ്രൂവ് ചെയ്യുന്നത് 10-15 കൊല്ലത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന റിസൾട്ടിന് ഞങ്ങൾക്ക് 100% ഉത്തരവാദിത്വം തരാൻ പറ്റും. അതുകൂടാതെ ഇവിടെ കുറേ ഹെൽത്ത് ചെക്കപ്സ് ഉണ്ട്, ഹൈ എൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ കാർഡിയാക് പാക്കേജസ് ഉണ്ട് 2000-3000. നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് ആൻജിയോ ചെയ്തതിന് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്, അത് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫോം ഫാക്ടറി കാർ വാഷ് സെന്റർ തൊടുപുഴ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ 4-വരി പാതയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഫോം ഫാക്ടറി ഡീറ്റെയിൽഡ് കാർ വാഷ് സെന്റർ തൊടുപുഴ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ 4-വരി പാതയിൽ ഏഴല്ലൂർ മെഡിക്കൽ കോളേജ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. എല്ലാ നിലയിലും കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ സ്ഥാപനങ്ങളും ഒക്കെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാർ വാഷിങ്ങുമായി ബന്ധപ്പെട്ട് നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വളരെ മെച്ചപ്പെട്ട സേവനം ലഭിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല നിലയിൽ തന്നെ ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. ഈ ചടങ്ങ് ആ ഒരു തരത്തിൽ ഏറ്റവും മഹത്തരമാണ്. പ്രിയപ്പെട്ട ശ്രീ ജോയിച്ചേട്ടനും അതുപോലെ ഡോക്ടർ അജയ്ക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും 1000 ആശംസകൾ അറിയിക്കുന്നു. നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ, എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം PP സാനു, മുതലക്കോടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് MN മനോഹർ, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ, CPM ലോക്കൽ സെക്രട്ടറി VB ജമാൽ, CPI മണ്ഡലം സെക്രട്ടറി VR പ്രമോദ്, മുനിസിപ്പൽ കൗൺസിലർമാരായ സഫിയ ജബ്ബാർ, സനു കൃഷ്ണൻ, മുതലക്കോടം സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ ലിപ്സൺ മാത്യു, റോഷൻ സർഗൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റോബർട്ട് ഇന്റർനാഷണലിന്റെ പുതിയ സ്ഥാപനം തൊടുപുഴ തെനക്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ജർമ്മൻ ഭാഷയിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. ജർമ്മനിയിൽ ഉപരിപഠനത്തിന് മാർഗദർശിയായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന റോബർട്ട് ഇന്റർനാഷണലിന്റെ പുതിയ ഓഫീസ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തെനങ്കുന്ന് ബൈപ്പാസിൽ തന്നിട്ടാമാക്കൽ ബിൽഡിംഗിൽ ലാലാലാൻ കേക്ക് ഷോപ്പിനടുത്തായി പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി, വാർഡ് കൗൺസിലർ ജോസ് അഗസ്റ്റിൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഉപരിപഠനാർത്ഥമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുക. ജർമ്മനിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായി പോകുന്നതിനും പഠിക്കുന്നതിനും ഉള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠനം നടത്താനും തൊഴിലവസരങ്ങൾക്കായി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസ്തതാപൂർവമായി കുട്ടികളെ പറഞ്ഞയക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പരമപ്രധാനം. റോബർട്ട് ഇന്റർനാഷണൽ പ്രിയപ്പെട്ട റോയിച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം വളരെയേറെ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കടക്കുന്നു. ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമായി വളർന്ന് ധാരാളം കുട്ടികൾക്ക് ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് പോകുവാനും നഴ്സിംഗ് രംഗത്ത് പഠിക്കുവാനും ജോലി ചെയ്യുന്നതിനുള്ള അവസരം ഈ സ്ഥാപനത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി ഇരുമ്പുപാലം ഗവൺമെന്റ് LP സ്കൂളിന്റെ 50ാം വാർഷികാഘോഷം നടന്നു. ഓർമ്മച്ചെപ്പ് 2024 എന്ന പേരിലായിരുന്നു പരിപാടി നടന്നത്. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായിട്ടായിരുന്നു ഇരുമ്പുപാലം സർക്കാർ LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഒരുക്കിയിരുന്നത്. ഓർമ്മച്ചെപ്പ് 2024 എന്ന പേരിലായിരുന്നു പരിപാടി നടന്നത്. കലാലയ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് നിറം പകർന്ന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. പ്രധാന അധ്യാപകന്റെ യാത്രയയപ്പ് ചടങ്ങും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഇരുമ്പുപാലം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്നും സാംസ്കാരിക റാലി ആരംഭിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഒന്നുമല്ലാതിരുന്ന ഈ ചില്ലിത്തോട് ഇരുമ്പുപാലം പ്രദേശം ആദ്യമായി കടന്നു വന്ന ഒരു പ്രമുഖ സ്ഥാപനം. വിദ്യാഭ്യാസമാണ് എല്ലാ വികസന പുരോഗതിയുടെയും അടിസ്ഥാനം എന്നുള്ളതിന് ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി ആ ആശയം മനസ്സിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു ജനനദി തന്നെ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇതുപോലെ ഒരു സ്കൂള് ഇവിടെ പ്രവർത്തിക്കാൻ, ഇവിടെ തുടക്കം കുറിക്കാൻ കാരണമായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അവസരത്തിൽ ഈ സ്കൂളിനെ, ഈ വിദ്യാലയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നാടിന്റെ മാതൃകാ സ്ഥാപനമാക്കി നിലനിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലും മുൻപോട്ട് നയിച്ച പൂർവ്വപിതാക്കന്മാർ നമ്മൾ പ്രത്യേകമായി സ്മരിക്കണം. ഇവിടെ പഠിപ്പിച്ചതായ അധ്യാപകർ, ഇവിടെ പഠനം നടത്തി ലോകത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിപ്പെട്ട വിദ്യാർത്ഥികളായി എത്തിച്ചേർന്ന മുൻ തലമുറ, ഇപ്പോഴത്തെ തലമുറ എല്ലാവരും ഈ സ്കൂളിന്റെ സജീവമായ സാന്നിധ്യമായിരുന്നു, സജീവമായ നേതൃത്വമായിരുന്നു, സജീവമായ എല്ലാ കാര്യങ്ങളിലും മുൻപോട്ട് നയിച്ചവരായിരുന്നു. ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സുവനീർ പ്രകാശനം ചെയ്തു.
PTA പ്രസിഡന്റ് മുഹമ്മദ് ജലീൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA അൻസാരി ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ മുഹമ്മദ് ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ MB അലിയാർ, PM ലത്തീഫ്, KK രാജൻ, നൌഷാദ്, PA സജി, അഷറഫ് KA, വിനു തോമസ്, നീതു കുര്യാക്കോസ്, KA അഷറഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികളും തുടർന്ന് മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോ സ്റ്റോറുകൾ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബ്രാഞ്ചുകളാക്കി മാറ്റണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് 2K24 നടത്തി. വിവിധ ഗ്രേഡുകളിലായി 120ഓളം കുട്ടികൾ കളർ ബെൽറ്റിന് അർഹരായി. അടിമാലി SNDP യൂണിയന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജ് പരിധിയിൽ LDF ഹർത്താൽ ആചരിച്ചു. ആതുരസേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് തൊടുപുഴയിൽ ജ്യോതി സൂപ്പർ ബസാറിന്റെ എതിർവശം അശ്വതി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.